ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. കഴിഞ്ഞ വട്ടം നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. മാത്സ് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യണം. നമുക്ക് എല്ലാത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകൃതമായ വർഷം എന്നാണെന്ന്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നമ്മുടെ ISRO രൂപീകൃതമായ വർഷമാണ് എന്ന് 1969 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യൻ ബഹിരാകാശ സംഘടന രൂപീകൃതമായത്. ഇനി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ചോദിക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ആണെങ്കിൽ അത് ഇൻകോസ്പാർ ആണ് കേട്ടോ. ഇൻകോസ്പാർ ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി. അത് ഏത് വർഷമാണ് വന്നതെന്ന് ചോദിച്ചാൽ 1962 നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഈ ഇൻകോസ്പാർ കൊണ്ടുവന്നത്. 1962 ഇനി ISROയുടെ സഹകരണത്തോടെ ഇന്ത്യൻ സ്പേസ് ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന യൂണിവേഴ്സിറ്റി അത് വീർ സുരേന്ദ്ര സായി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഒഡീഷയിലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇന്ത്യയിലെ ആദ്യ സ്പേസ് ടെക്നോ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടെക്നോ പാർക്ക് എവിടെയാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. ഇനി നമ്മുടെ ISROൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ISROൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണാണ് ആര്? നമ്മുടെ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായാണ് ISROൻ്റെ ആദ്യത്തെ നമ്മുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ISROൻ്റെ രണ്ടാമത്തെ ചെയർമാൻ അല്ലെങ്കിൽ ISROൻ്റെ ചെയർമാനായിട്ടുള്ള മലയാളിയാണ് ആര്? MGK മേനോനാണ്. MGK മേനോനാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ ISROൻ്റെ ചെയർമാനായ മലയാളികൾ. അപ്പോൾ ISROൻ്റെ ചെയർമാനായിട്ടുള്ള എത്ര മലയാളികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 5 മലയാളികളാണ് ISROൻ്റെ ചെയർമാനായിട്ടുള്ളത്. MGK മേനോൻ ഉണ്ട്, സെക്കൻഡ് കസ്തൂരി രംഗൻ ഉണ്ട്, തേർഡ് ആണെങ്കിൽ നമ്മുടെ മാധവൻ നായർ ഉണ്ട്. ഫോർത്ത് വന്നിട്ട് നമ്മുടെ രാധാകൃഷ്ണൻ, നമ്മുടെ ഡോക്ടർ K രാധാകൃഷ്ണൻ ഉണ്ട്. പിന്നെ ഫിഫ്ത്ത് വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ചെയർപേഴ്സൺ ആയിട്ടുള്ള S സോമനാഥാണ്. അതായത് 5ാമത്തെ മലയാളിയും മൊത്തത്തിൽ നോക്കുമ്പോൾ 10ാമത്തെ വ്യക്തിയുമാണ് ഈ S സോമനാഥ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ISROൻ്റെ 3ാമത്തെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ISROൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ സതീഷ് ധവാൻ എന്നറിയപ്പെടുന്നത്. സതീഷ് ധവാനാണ് 3ാമത്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ISROൻ്റെ ചെയർമാനായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അടുത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന്. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ അത് മാർച്ച് 22 ലോക ജലദിനമാണ്, മാർച്ച് 22. ഇനി 2024 ലോക ജലദിനത്തിൻ്റെ തീം ചോദിച്ചാൽ അത് വാട്ടർ ഫോർ പീസ് ആണ് കേട്ടോ. വാട്ടർ ഫോർ പീസ് ആണ് 2024 ജലദിനത്തിൻ്റെ തീം. ഓക്കെ, എന്നാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ നാടക ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നാടക ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2008 IT ആക്ട് 66A വകുപ്പ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. 66A വകുപ്പ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്? ആക്ഷേപപരമായ സന്ദേശങ്ങൾ അയക്കുക, കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്കിംഗ്, രേഖകൾ സൂക്ഷിക്കുന്നതിലെ പരാജയം, മറ്റുള്ളവരുടെ പാസ്വേഡ് ഉപയോഗിക്കുക. ഇതിൽ ഏതുമായിട്ടാണ് 66A ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ 66A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ആക്ഷേപപരമായ സന്ദേശങ്ങൾ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന കാരണത്താൽ 2015 മാർച്ച് 24 സുപ്രീം കോടതി നീക്കം ചെയ്ത IT ആക്ട് ചോദിച്ചാൽ അത് 66A ആണ് കേട്ടോ. 66A നമ്മളിപ്പം നീക്കം ചെയ്തിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടറിലെ IT ആക്ട് ആണ്. 2015 മാർച്ച് 24 നീക്കം ചെയ്തത്. അത് എന്തിൻ്റെ പേരിലാണ്? ഒരു പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്ട് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുന്നതാണ് 66A ബന്ധപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 66 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? 66 അതാണ് ഹാക്കിംഗ് കേട്ടോ. 66 ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും. ഇനി 66B ആണെങ്കിലോ? 66B B എടുത്താൽ മതി. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം അല്ലെങ്കിൽ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ. മോഷ്ടിച്ച വസ്തുക്കൾ സ്വീകരിക്കുന്ന ബൈയിങ് എന്ന് ആലോചിച്ചാൽ മതി. മോഷ്ടിച്ച വസ്തുക്കൾ ബൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് 66B. ഇന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ചോദിച്ചാൽ അത് 66C ആണ്. ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ആൾമാറാട്ടമാണെങ്കിൽ അത് 66D ആണ്. ആൾമാറാട്ടം വരുന്നത് 66Dയിലും. സ്വകാര്യത അപഹരണം വയലേഷൻ ഓഫ് പ്രൈവസി ആണെങ്കിലോ അത് 66E വരുന്നത്. വയലേഷൻ ഓഫ് പ്രൈവസി 66E വരും. സൈബർ ടെററിസം വരുന്ന വകുപ്പാണ് ഏത്? ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്നതൊക്കെയാണ് സൈബർ ടെററിസം. അതാണ് ഏത്? 66F. 66F സൈബർ ടെററിസം
ദിവസം വരുന്നത്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചാരണമാണെങ്കിൽ അത് 67A വരും. അതുപോലെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം അല്ലെങ്കിൽ ചൈൽഡ് പൊണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ചൈൽഡ് ബേബി എന്നുള്ള രീതിയിൽ B എടുത്താൽ മതി, 67B വരും. ഇനി ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിന് തടയാനുള്ള കേന്ദ്രത്തിൻ്റെ അധികാരം സെക്ഷൻ 69A പ്രകാരമാണ് കേട്ടോ. 69A പ്രകാരമാണ്. തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ നിർമ്മാണവും പ്രചാരണവുമാണെങ്കിലോ അത് 73 കേട്ടോ. സെക്ഷൻ 73 തെറ്റായ സിഗ്നേച്ചറിൻ്റെ നിർമ്മാണവും പ്രചരണവും. അതുപോലെ നമ്മുടെ ചൈനീസ് ആപ്പുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ് ബാൻ ചെയ്തൊരു സെക്ഷൻ ഉണ്ടല്ലോ. ഏത് സെക്ഷൻ പ്രകാരമാണ് ചൈനീസ് ആപ്പുകളൊക്കെ ബാൻ ചെയ്തത്? അത് 69A കേട്ടോ. ചൈനീസ് ആപ്പുകൾ ബാൻ ചെയ്ത സെക്ഷൻ ചോദിച്ചാലും 69A തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സീറ്റോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? സീറ്റോളജി കേട്ടോ. സീറ്റോളജി ടെസ്റ്റ് അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീറ്റോളജി ടെസ്റ്റ് മലേറിയ പരിശോധന, തലവേദന, COVID-19 ആൻറ്റിബോഡി പരിശോധന മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. സീറ്റോളജി ടെസ്റ്റ് ആണെങ്കിൽ അത് COVID-19 ആൻറ്റിബോഡി പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. സീറ്റോളജി ടെസ്റ്റ് COVID-19 ആൻറ്റിബോഡി പരിശോധന ടെസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടെസ്റ്റുകളുടെ പേര് പറയാം. മാൻഡോക്സ് ടെസ്റ്റ്. മാൻഡോക്സ് ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ അത് ക്ഷയമാണ്. മാൻഡോക്സ് ക്ഷയമാണ്. ടൈൻ ടെസ്റ്റ് ആണെങ്കിലോ ടൈനും ക്ഷയം തന്നെയാണ്. അപ്പോൾ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് അല്ലെങ്കിൽ TST, ചിലപ്പോൾ TST എന്ന് മാത്രമേ തരുള്ളൂ. TST ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് ആണെങ്കിൽ അത് ട്യൂബർക്കുലിൻ, അത് കേട്ടാൽ നമുക്കറിയാലോ, ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ട് TST ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്ഷയവുമായിട്ട്. ഇനി വൈഡൽ ടെസ്റ്റ് ആണെങ്കിലോ വൈഡൽ ടെസ്റ്റ് അത് ടൈഫോയിഡാണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡും. ടൂർണിക്കേറ്റ് ടെസ്റ്റ് ആണെങ്കിലോ ടൂർണിക്കേറ്റ് അത് ഡെങ്കിപ്പനിയാണ്. ഇനി VDRL ടെസ്റ്റ് അത് സിഫിലിസ് ആണ് കേട്ടോ. VDRL ടെസ്റ്റ് ആണെങ്കിൽ സിഫിലിസും. പാപ്സ്മിയർ ടെസ്റ്റ് ആണെങ്കിലോ പാപ്സ്മിയർ ആണെങ്കിൽ അത് ഗർഭാശയ ഗള ക്യാൻസറിനെതിരെയുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലൂയി പാസ്റ്റർ ആദ്യ വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണെന്ന്? ലൂയി പാസ്റ്റർ ആദ്യ വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? റാബിസ്, കോളറ, ആന്ത്രാക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റാബിസ്, കോളറ, ആന്ത്രാക്സിനെതിരെയൊക്കെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിൻ്റെ ഇയർ പഠിക്കണം. ഈ ഓരോ വാക്സിൻ കണ്ടുപിടിച്ച് ഇയർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ആദ്യം എന്നത് പഠിക്കാൻ പറ്റും. 1879 കോളറ വാക്സിൻ കണ്ടുപിടിച്ചത് കേട്ടോ. 1879 കോളറ കണ്ടുപിടിച്ചത് 1879. അതുപോലെ നമ്മുടെ ആന്ത്രാക്സ് കണ്ടുപിടിച്ചത് 1881. റാബിസ് ആണെങ്കിലോ റാബിസ് 1885. കോളറ 1879, ആന്ത്രാക്സ് 1881, റാബിസ് 1885. അപ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് കോളറയാണ്. പക്ഷേ ഇതിൽ PSCൻ്റെ ഉത്തരം അവർ കൊടുത്തിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും അല്ലെന്നാണ് കേട്ടോ. പിന്നെ ഏതെന്ന് അറിയില്ല. മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും അല്ലെന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ കോളറാണ് ആദ്യം കണ്ടുപിടിച്ചത് 1879, റാബിസ് 1885, ആന്ത്രാക്സ് 1881. അതിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്ന് ആകെ ഉണ്ടായേക്കാവുന്നതിൻ്റെ നിശ്ചിത ശതമാനമാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതുമാണ്. ഇതിലേതാണ് ആപേക്ഷിക ഈർപ്പവുമായിട്ട് ബന്ധപ്പെട്ടത്? ഇതിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. 1, 2, 3 ശരിയാണ്. അതായത് അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവിയുടെ അളവുണ്ടോ അതിനാണ് നമ്മൾ ആപേക്ഷിക ഈർപ്പം എന്ന് വിളിക്കുക, അല്ലെ? ആപേക്ഷിക ഈർപ്പത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അതുപോലെ കുറഞ്ഞ ആപേക്ഷിക ഈർപ്പമാണെങ്കിൽ താരതമ്യേന വരണ്ട അന്തരീക്ഷവും, കൂടുതൽ ആപേക്ഷിക ഈർപ്പമാണെങ്കിൽ ഈർപ്പമുള്ള അന്തരീക്ഷവും. ഇനി നമ്മുടെ ആപേക്ഷിക ഈർപ്പം കൂടിയിരിക്കുന്ന ടൈമിൽ നമ്മുടെ ബാഷ്പീകരണ തോത് അതെങ്ങനെയായിരിക്കും? അത് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം ശരിയാണ്. രാത്രികാലങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നതിൻ്റെ ഫലമായി നീരാവി ഘനീഭവിച്ച് ജലത്തുള്ളികളായി മാറുന്ന പ്രക്രിയനെ എന്താ വിളിക്കുന്നതെന്ന്?
രാത്രികാലങ്ങളിൽ അന്തരീക്ഷോഷ്മാവ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് നീരാവി ഘനീഭവിച്ച് ജലത്തുള്ളികളായിട്ട് രാവിലെ നമ്മൾ വെളുപ്പാങ്കാലത്ത് കാണൂലേ, അതിനാണ് തുഷാരം എന്ന് വിളിക്കുന്നത് കേട്ടോ. ജലത്തുള്ളിയാണ് തുഷാരം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദി? മംഗലംപുഴ, ഇടമലയാറ്, ഗായത്രിപ്പുഴ. താഴെ പറയുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഇതിൽ പെരിയാർ നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ മംഗലം പുഴയും വരും, ഇടമലയാറും വരും അല്ലേ. 1ഉം 2ഉം മാത്രമാണ് ശരി. മംഗലം പുഴ വരും, ഇടമലയാർ വരും. ഗായത്രി പുഴ, ദൂതപ്പുഴ, കണ്ണാടിപ്പുഴ ഇതൊക്കെ ഏതിൻ്റെ പോഷക നദികളാണ്? ഇതൊക്കെ നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. ഇനി ഇടമലയാർ ഡാം ഉണ്ടല്ലോ, ഇടമലയാർ ഡാം അത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇടമലയാർ അത് എറണാകുളമാണ് കേട്ടോ. ഇടമലയാർ ഡാം എറണാകുളവും നേര്യമംഗലം ഡാം ആണെങ്കിലോ? നേര്യമംഗലമാണെങ്കിൽ ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയും പെരിയാറിൻ്റെ മറ്റ് പോഷക നദികളോട് നോക്കാം. മുല്ലയാറുണ്ട്, മുതിരം പുഴയുണ്ട്. ഈ മുല്ലയാറിനൊരു ഫാക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ പെരിയാറുമായിട്ട് ആദ്യം വന്നു ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ്. പിന്നെ മുതിരം പുഴയുണ്ട്, പെരിഞ്ഞാംകുട്ടി പുഴയുണ്ട് കേട്ടോ. പെരിഞ്ഞാംകുട്ടി പുഴ, പെരുതുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. അപ്പം മുല്ലയാറ്, മുതിരമ്പുഴ, പെരിഞ്ഞാംകുട്ടി പുഴ നോക്കുക, പെരുന്തുറയാറ് നോക്കുക, കട്ടപ്പനയാറും ചെറുതോണിയാറും നോക്കുക. ഇനി പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമുണ്ട്, പിന്നെ തട്ടേക്കാട് വന്യജീവി സങ്കേതമുണ്ട്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ പെരിയാറും, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ച അല്ലെങ്കിൽ അണക്കെട്ടുകളുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദിയാണെങ്കിലോ അത് നമ്മുടെ ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി ഭാരതപ്പുഴയും ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ അത് പാലക്കാടുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1, 2 ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കോഡുകൾ ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താനാണ്. നമ്മുടെ പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നദികളുമായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബ് ഹിമാലയം ഏതൊക്കെ നദി, എവിടെ തൊട്ട് ഏത് നദി തൊട്ട് ഏത് നദി വരെയാണ് പഞ്ചാബ് ഹിമാലയം? അത് ഇൻഡസ് മുതൽ സത്ലജ് ആണ് കേട്ടോ. പഞ്ചാബ് ആണെങ്കിൽ ഇൻഡസ് മുതൽ സത്ലജും, കുമയൂൺ ഹിമാലയമാണെങ്കിലോ? കുമയൂൺ ആണെങ്കിൽ സത്ലജ് മുതൽ കാളി വരെയാണ്. നേപ്പാൾ ആണെങ്കിൽ കാളി മുതൽ ടീസ്റ്റ വരെയും, ആസാം ആണെങ്കിൽ ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയുമാണ്. അപ്പോൾ അതിലേത് വരും? എ വന്നിട്ട് നമ്മുടെ ഇൻഡസ് മുതൽ സത്ലജ് A2 വരും അല്ലേ, A2 വരും. പിന്നെ കുമയൂൺ ആണെങ്കിൽ സത്ലജ് മുതൽ കാളി വരെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, ഓപ്ഷൻ ബി. ഓക്കെ, ഈ ഹിമാലയൻ റേഞ്ചസിൽ ഏറ്റവും നീളം കൂടിയത്, ഏറ്റവും ദൈർഘ്യം കൂടിയ, ഏറ്റവും നീളം കൂടിയ ഹിമാലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് നേപ്പാൾ ഹിമാലയമാണ് കേട്ടോ. 800 കിലോമീറ്റർ ദൈർഘ്യം കൂടിയത് നേപ്പാളാണ്. അതിന് ശേഷം വരുന്നത് നമ്മുടെ ആസാം ഹിമാലയമാണ്. 720 അല്ലെങ്കിൽ 750 ആ ഒരു റേഞ്ചിൽ വരും. പിന്നെ വരുന്നത് പഞ്ചാബാണ്, 500 റേഞ്ച് വരും. 500. കുമയൂൺ ആണെങ്കിൽ ഏറ്റവും ചെറുതാണ്, അത് 320 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന മർദ്ദവ്യത്യാസം, കോറിയോലിസിസ് ഇഫക്റ്റ്, ഘർഷണം. താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ എന്താണ്? താഴെ തന്നിരിക്കുന്ന എല്ലാം ഉണ്ടല്ലോ, 1, 2, 3. ഈ 3 കാറ്റിൻ്റെ ദിശയും വേഗതയും ബാധിക്കുന്നുണ്ട്. മർദ്ദവ്യത്യാസമുണ്ട്, കോറിയോലിസിസ് ഇഫക്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഘർഷണമുണ്ട്. മർദ്ദം കൂടിയ പ്രദേശത്തു നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കാണോ അതോ മർദ്ദം കുറഞ്ഞിടത്തു നിന്നും കൂടിയതിലേക്കാണോ കാറ്റ് വീശുന്നത്? അതെപ്പോഴും എങ്ങനെയാണ്? മർദ്ദം കൂടിയ പ്രദേശത്തു നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്ക് വീശുന്നതാണ് കാറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് വീശുന്നു. ഇനി കാറ്റിൻ്റെ സഞ്ചാരഗതിക്ക് വ്യതിയാനം ഉണ്ടാകുന്ന ഘടകം അല്ലെങ്കിൽ കാറ്റിൻ്റെ സഞ്ചാരഗതിക്ക് വ്യതിയാനം, ഒരു ഡയറക്ഷൻ ചേഞ്ച് വരാൻ എന്താണ് കാരണം? നമ്മുടെ ഭൂമിയുടെ പരിക്രമണമാണോ ഭൂമിയുടെ ഭ്രമണമാണോ എന്ന് ചോദിച്ചാൽ അത് ഭൂമിയുടെ ഭ്രമണമാണ് കേട്ടോ. കാറ്റിൻ്റെ സഞ്ചാരദിശയ്ക്ക് വ്യതിയാനം വരാനുള്ള കാരണം നമ്മുടെ ഭൂമിയുടെ ഭ്രമണമാണ്. ഇനി ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന വ്യതിയാനത്തിനാണ് നമ്മൾ മർദ്ദച്ചരിവെന്ന് വിളിക്കുന്നത് കേട്ടോ. മർദ്ദവ്യതിയാനത്തിന് വിളിക്കുന്നത് മർദ്ദച്ചരിവാണ്. ഇനി തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും. അപ്പം മർദ്ദച്ചരിവ് കൂടുതൽ എപ്പോഴാവുന്നതെന്ന് ചോദിച്ചാൽ മർദ്ദവ്യത്യാസം കൂടുമ്പോൾ മർദ്ദച്ചരിവ് കൂടുന്നു. മർദ്ദവ്യത്യാസം കുറവാണെങ്കിൽ മർദ്ദച്ചരിവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും.
ഇനി സമുദ്ര ഉപരിതലം, നിരപ്പായ പ്രദേശങ്ങൾ എന്നിവയുടെയൊക്കെ മുകളിൽ കാറ്റിൻ്റെ വേഗത എങ്ങനെയായിരിക്കും? സമുദ്ര ഉപരിതലം, നിരപ്പായ പ്രദേശങ്ങളുടെ മുകളിൽ ഘർഷണം എങ്ങനെ നോക്കിയാൽ മതി. എങ്ങനെയായിരിക്കും? ഘർഷണം കുറവായിരിക്കും. കാരണം നിരപ്പായ പ്രദേശങ്ങളിൽ വേറെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഘർഷണം കുറവായിരിക്കും. അതുകൊണ്ട് കാറ്റിൻ്റെ വേഗത എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ എവിടെയാണ് ഘർഷണം കൂടുതലായിട്ടും കാറ്റിൻ്റെ വേഗത കുറവായിട്ടും വരുന്നതെന്ന് ചോദിച്ചാൽ ദുർഘടമായ ഭൂപ്രകൃതിയും മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലും ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാറ്റിൻ്റെ വേഗത കുറവായിരിക്കും. അവിടെ ഘർഷണം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഭൂമിയുടെ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് ഏത് ദിശയിലോട്ടാ? വലത്തോട്ടും. ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തേക്കും ഒരു ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവും. ഈ ദിശാവ്യതിയാനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോറിയോലിസിസ് ഇഫക്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഭ്രമണമാണ് ഡയറക്ഷൻ ചേഞ്ചിന് കാരണമാകുന്നത്. അത് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമായിരിക്കും. ഇതിനാണ് നമ്മൾ കോറിയോലിസിസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. 2. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രബലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. അതായത് തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളിലാണ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഭൂവൽക്കം, ആ ഭൂവൽക്കത്തിൻ്റെ മുകളിലാണ് സംഭവിക്കുന്നത്. ഇനി ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകൾ, ഒത്തുചേരുന്ന, അതായത് നമ്മൾ സംയോജനം, 3 ടൈപ്പ് നമ്മൾ പറയാറുണ്ടല്ലോ, സംയോജിതം, പിന്നെ സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ, അങ്ങനെ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സംയോജക സീമ എന്ന് പറയുമ്പോൾ 2 പ്ലേറ്റുകൾ തമ്മിൽ അടുക്കുന്നതാണ് സംയോജക സീമ. വിയോജക സീമ എന്ന് പറയുമ്പോൾ 2 പ്ലേറ്റുകൾ തമ്മിൽ അകലുന്നതും. ഛേദക സീമയാണെങ്കിൽ 2 പ്ലേറ്റുകൾ തമ്മിൽ ജസ്റ്റ് ഒരസുന്നതാണ്, ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഈ സംയോജക സീമയിലെ 2 പ്ലേറ്റുകൾ തമ്മിൽ അടുക്കുമ്പം സബ്ഡക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അതിനൊരു മലയാളത്തിലൊരു പേരുണ്ട്, സബ്ഡക്ഷൻ, അല്ലെങ്കിൽ താഴ്ന്ന ഒരു പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ് താഴോട്ട് പോകും, ഒരു പ്ലേറ്റ് മുകളിൽ വരും, ഒരു പ്ലേറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകും. അതിനാണ് സബ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനിയും നമ്മുടെ വിയോജക സീമയിൽ എന്താണ് ഉണ്ടാകുന്നത്? വിയോജക സീമയിൽ ഒരു പുതിയൊരു പർവ്വതമോ അങ്ങനെ പുതിയൊരു ഭൂരൂപം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പർവ്വതമായിട്ടോ എന്തെങ്കിലുമായിട്ടും താഴെ നിന്നുള്ള മാഗ്മ മുകളിലേക്ക് വന്നിട്ട് തണുത്ത് പറഞ്ഞിട്ട് പർവ്വതമായിട്ടോ എന്തെങ്കിലുമായിട്ടോ മാറും. അതായത് പുതിയ ഭൂരൂപങ്ങൾ ഉണ്ടാവും. എവിടെ? നമ്മുടെ വിയോജക സീമയിൽ. ഇനി ഛേദക സീമയിലാണ് പ്രത്യേകിച്ച് ഭൂരൂപങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അവരിങ്ങനെ ഒരസി മാറുകൽ മാത്രമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഭൂരൂപങ്ങളൊന്നും ഉണ്ടാവാത്തത് നമ്മുടെ ഛേദക സീമയിലാണ്. ഇനി ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് മാൻഡലിൻ്റെ ഉപരിഭാഗത്ത് അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാലോ? ലിത്തോസ്ഫിയറിന് താഴെയാണ് മാൻഡലിൻ്റെ ഉപരിഭാഗത്ത് അർദ്ധദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. അതാണ് എസ്തനോസ്ഫിയർ. മാഗ്മയുടെയൊക്കെ ഉറവിടം എന്നൊക്കെ അറിയപ്പെടുന്നത് എസ്തനോസ്ഫിയറാണ്. ഇനി എസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ ഖരാവസ്ഥയിലുള്ള ലിത്തോസ്ഫിയർ പൊട്ടിപ്പിളർന്ന് അനേകം പ്ലേറ്റുകളായി കാണപ്പെടുന്നു. ഈ ബലങ്ങളാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ലിത്തോസ്ഫിയർ എന്താണ്? പല പല പ്ലേറ്റുകളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ലിത്തോസ്ഫിയറിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. അത് പല പല പ്ലേറ്റുകളായിട്ട് കാണപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭൂകമ്പത്തിൻ്റെ ഒരു പ്രവസാനം ഈ ലിത്തോസ്ഫിയറിൽ ഉണ്ടാകാനുള്ള കാരണം. ഇനി ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുടെ അതിരുകൾ അസ്ഥിരമായതിനാൽ അവ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളാണ്. ഈ സബ്ഡക്ഷൻ മേഖലയുടെ മലയാളം ചോദിച്ചാൽ നിമഞ്ജന മേഖലകൾ എന്നാണ് കേട്ടോ. നിമഞ്ജന മേഖലകളാണ് സബ്ഡക്ഷൻ മേഖലകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവമുണ്ടായിരുന്നു. അവർ ജാതി വ്യവസ്ഥയെ പൂർണ്ണമായും ഇതിൽ നമ്മൾ വായിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൃത്യമായിട്ട് വായിക്കണം. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചതാണ്. ഞാൻ പൂർണ്ണമായും വിമർശിച്ചതാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 2ഉം ആണ് കേട്ടോ ശരി. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി എന്നാൽ വളരെ റെയറായിട്ട് വിമർശിച്ചു. നല്ലല്ലോ, അവർ നല്ല കഠിനമായി അല്ലെങ്കിൽ വിഗ്രസ്ലി അവരെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ജാതി വ്യവസ്ഥേനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച 1836 സ്ഥാപിച്ച സമത്വ സമാജമാണ്. 1907 വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന് ഞാൻ വായിക്കാം. അപ്പോൾ സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി എന്ന് ആലോചിക്കുക.
അവർണ ജാതിക്കാർക്ക് പൊതുനിരപ്പിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അതെന്തായാലും ഉണ്ടാവും എന്നറിയാമല്ലോ. അതാണ് നമ്മുടെ വില്ലുവണ്ടി സമരമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. ഏത് വർഷമാണ്? 1893. ഇനി അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അതുമായിട്ട് ബന്ധപ്പെട്ട് അയ്യങ്കാളിന് മുഖേന നടന്ന സമരമാണ് ഏത്? ഊരുട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. ഏത് വർഷമാണത്? 1915. അടുത്തത് തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. അപ്പോൾ അതുകൊണ്ട് കേട്ടോ, അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ നടക്കാൻ സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടും. നമുക്ക് ഒരു അധസ്ഥിത വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം കിട്ടും. മറ്റതോട് ഓർത്തിരിക്കുക, തൊഴിലിടങ്ങൾക്ക് കൂലി വർധനയും ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ച് ഐത്യജാതിക്കാരായ പൊതു ക്രിസ്ത്യാനികളെ നയിക്കാൻ കുമാരഗുരുദേവൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? നമ്മുടെ കുമാരഗുരുദേവന്റെ സംഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് കേട്ടോ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം ചോദിച്ചാലോ? 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ആരാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം, അത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതോ? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ അങ്ങനെ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്തതുകൊണ്ട് തെറ്റല്ലെന്ന് പറഞ്ഞത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അപ്പം പന്തിഭോജനം സ്റ്റാർട്ട് ചെയ്തതാരാ? പന്തിഭോജനം ഏത് നടത്തിയതാരെന്ന് ചോദിച്ചാലോ? അത് തൈക്കടയാണ് കേട്ടോ. പന്തിഭോജനം ആരാന്ന് ചോദിച്ചാൽ തൈക്കടയാണ്. അപ്പം സമപന്തി ഭോജനം ആണെങ്കിലോ അത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞതാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആരാണെന്ന്? അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആരാ? EMS നമ്പൂതിരിപ്പാട്, പി കൃഷ്ണപിള്ള, കെ ദാമോദരൻ, AV കുഞ്ഞമ്പു. അഭിനവ ഭാരത യുവക് സംഘം ആണെങ്കിൽ നമ്മുടെ AV കുഞ്ഞമ്പു ആണ് കേട്ടോ. AV കുഞ്ഞമ്പു സ്ഥാപിച്ചതാണ് അഭിനവ ഭാരത യുവക് സംഘം. അപ്പോൾ ഈ അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിക്കപ്പെട്ട തീയതി ചോദിച്ചാൽ 1934 ഏപ്രിൽ 13 കേട്ടോ. അഭിനവ ഭാരത് യുവക് സംഘ് AV കുഞ്ഞമ്പുവാണ്. അത് സ്ഥാപിക്കപ്പെട്ടത് 1934 ഏപ്രിൽ 13. ഇനി കരിവള്ളൂർ സമര നായകൻ എന്നറിയപ്പെടുന്ന ആളാണ് AV കുഞ്ഞമ്പു. അപ്പോൾ കരിവള്ളൂർ സമര നായികയാണെങ്കിലോ അത് നമ്മുടെ കെ ദേവയാനിയാണ്. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന കൃതിയുടെ രചയിതാവ് ചോദിച്ചാലും കെ ദേവയാനിയാണ്. ഇനി ലാൽ സലാം സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ചോദിച്ചാലോ നമ്മുടെ സഖാവ്, കേരളത്തിലെ ആദ്യത്തെ സഖാവ, അങ്ങനെ കോമ്രേഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ, അതാണ് പി കൃഷ്ണപിള്ള കേട്ടോ. ലാൽ സലാം സഖാക്കളെ മുന്നോട്ട് എന്നുള്ളത് പി കൃഷ്ണപിള്ളയുടെ മുദ്രാവാക്യമാണ്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ, അത് തന്നെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അറിയപ്പെടുന്ന ആളാണ് പി കൃഷ്ണപിള്ള കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ. ചാലാപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. ഇതിലേതൊക്കെയാണ് ശരിയായിട്ട് ഇവർ യോജിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് കേട്ടോ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോൾ ഇത് പഠിക്കുക. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ വനിതയാണ് TC കൊച്ചുകുട്ടിയമ്മ. ചാലാപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രപ്രവേശന പരിപാടിയാണെങ്കിൽ PM കമലാവതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം കൊടുത്ത വനിതയാണെങ്കിലോ മേച്ചിൽ പുല്ല്, അത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയാണ് കേട്ടോ. മേച്ചിൽ പുല്ലാണെങ്കിൽ കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. പിന്നെ നമ്മൾ കരിവള്ളൂർ നമ്മൾ പറഞ്ഞിരുന്നു കെ ദേവയാനിയാണ്. ഇനി നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകളാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, ആര്യ പള്ളം, പിന്നെ നമ്മുടെ പാർവതി നെന്മേണി മംഗലവും ഉണ്ട്.
തോൽവിറക്ക് സമരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തോൽവിറക്ക് സമര നായിക എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ആര്? അത് കാർത്യായനി അമ്മയാണ്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണെങ്കിലോ കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അത് ആര്യാപ്പള്ളമാണ് കേട്ടോ. ആര്യാപ്പള്ളം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതാണെങ്കിൽ അതും ആര്യാപ്പള്ളമാണ്. പാലിയം സത്യാഗ്രഹം 1947 നടന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യാപ്പള്ളം. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മേനിമംഗലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി ഇതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഫസ്റ്റ് ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് ആരാണ് കൊടുത്തത്? കഴ്സൺ പ്രഭുവാണ്. 1905 നമ്മുടെ ബംഗാൾ വിഭജിക്കുകയും ചെയ്തു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അത് ശരിയാണ്. നമ്മുടെ ഇന്ത്യക്കാരെ മുസ്ലിങ്ങളെയൊക്കെ രണ്ടാക്കാനുള്ളത്, വിഭജിക്കാനുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് ശരിയാണ്. ഇനി മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി ഇതിനെ ഇന്ത്യൻ ദേശീയതയിൽ കണ്ടു കേട്ടോ. അത് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1, 2 സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. അതായത് അവർക്ക് മനസ്സിലായി മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാൻ വേണ്ടിയുള്ള അവരുടെ നീക്കമാണെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായിരുന്നു. ഇവർ ഈ ബംഗാൾ വിഭജിക്കാൻ ഇവർ പറഞ്ഞ കാരണം എന്തായിരുന്നു? അത് ഈ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഭരണം ഒന്നും കൂടി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് ഇവർ വിഭജിച്ചത്. പക്ഷേ ഇവരുടെ ഇന്നർ ഉദ്ദേശം എന്തായിരുന്നു? നമ്മുടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഇനി ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ പതിച്ച ബോംബ് ഷെല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ പതിച്ച ബോംബ് ഷെല്ല് എന്ന് വിശേഷിപ്പിച്ച ആളാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ചോദിക്കും. അതാണ് ജോൺ ബ്രോഡ്രിക്ക് കേട്ടോ. ജോൺ ബ്രോഡ്രിക്ക് ആണ്. ബോർഡർ എന്ന് ആലോചിച്ചാൽ ബംഗാൾ വിഭജിച്ചൊരു ബോർഡറൊക്കെ കെട്ടിന്ന് ആലോചിക്കുക. അപ്പം ജോൺ ബ്രോഡ്രിക്ക് ആണ് ബംഗാൾ വിഭജന സമയത്തെ സെക്രട്ടറി, ഇന്ത്യയുടെ സെക്രട്ടറി. ഇനി ബംഗാൾ വിഭജനത്തെ ക്രൂരമായ തെറ്റാണ് എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കേട്ടോ. ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജനത്തെ ക്രൂരമായ തീരുമാനം എന്ന് പറഞ്ഞതാണെങ്കിൽ അത് തിലകാണ് കേട്ടോ. ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയും ക്രൂരമായ തീരുമാനം എന്നാണ് പറഞ്ഞെങ്കിൽ അത് നമ്മുടെ ബാലഗംഗാധർ തിലകാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1975 അടിയന്തരാവസ്ഥയെ പറ്റി പഠിക്കണം. കാരണം അതിപ്പം പുറപ്പെടുവിച്ചതിൻ്റെ എത്രയോ ഒരു വാർഷികം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇതിൻ്റെ ആൻസർ മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ് കേട്ടോ. 352 വകുപ്പ് പ്രകാരമാണിത് പ്രഖ്യാപിച്ചത്. അതിൽ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം എന്താ? മൗലിക അവകാശങ്ങൾ, ഫെഡറൽ വ്യവസ്ഥ, പൗരാവകാശങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. കാരണം നമ്മൾക്കറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും നമ്മുടെ ആർട്ടിക്കിൾ 20, 21 മൗലിക അവകാശങ്ങൾ ഒരിക്കലും റദ്ദ് ചെയ്യാൻ പാടില്ലെന്നുള്ളൊരു ഇതുണ്ടല്ലോ. അത് ആർട്ടിക്കിൾ 359 പ്രകാരം പറയുന്നതാണ് 21, 20 ഒരിക്കലും ബാൻ ചെയ്യാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ റദ്ദാക്കാൻ പാടില്ലെന്ന്. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണോ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ 44 ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ അതുവരെ ഉള്ളതിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ അധികാരമുണ്ട്. അപ്പോൾ 42 75 എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴാണ് നമ്മുടെ 44 എന്ന് പറയുമ്പോൾ 78 വരും, 1978. അപ്പോൾ ആ ഒരു നിയമം അല്ലെങ്കിൽ 20, 21 ഒരിക്കലും റദ്ദ് ചെയ്യാൻ പാടില്ലെന്നൊരു നിയമം ഈ 75 അടിയന്തരാവസ്ഥ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവ് പ്രവർത്തനം, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും എന്ത് തന്നെ ചെയ്താലും അതിനെ നമ്മുടെ ജുഡീഷ്യറിക്ക് ഇടപെടാൻ അതിന് അധികാരമില്ല എന്നും പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു. കാരണം അവർ ചെയ്യുന്ന ഒന്നും ജുഡീഷ്യറി ഇടപെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. അത് ശരിയാണ് കേട്ടോ. ഇനി ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഏത്? 352 ആണ്.
സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിൽ 356 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിലോ 360. ഇനി ഇതിനൊക്കെ പുറമെ വേറെ 2 ആർട്ടിക്കിളും കൂടെ ഉണ്ട് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട്. അതാണ് 355 365 365 അതിൽ 355 എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മണിപ്പൂരിൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായപ്പോൾ നരേന്ദ്രമോദി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അത് ഈ 355 പ്രകാരമാണ് മണിപ്പൂരിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതായത് എന്തെങ്കിലും ഒരു ആഭ്യന്തര കലാപം ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്നൊരു വ്യവസ്ഥയുണ്ട്. അതാണ് 355 പ്രകാരം. ഇനി 365 പ്രകാരം എന്ന് വെച്ചാൽ നമ്മുടെ യൂണിയൻ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനം അത് പാലിക്കാതെ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, പ്രസിഡന്റിൻ്റെ ഭരണം അവിടെ സ്ഥാപിക്കാൻ പറ്റും. അതാണ് 365 പ്രകാരം ഉള്ള അടിയന്തരാവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കുക. ഇനി നമ്മുടെ ഒന്നാം അടിയന്തരാവസ്ഥ, ഇനി ഓരോ അടിയന്തരാവസ്ഥയെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1962 നമ്മുടെ ഇന്ത്യ ചൈന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1962 ഒക്ടോബർ 26. 62 തിരിച്ചിട്ടാൽ മതി, ഒക്ടോബർ 26. ഇത് പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രഖ്യാപിച്ചത്. ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. 64 വരെ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ 62 ജവഹർലാൽ നെഹ്റുവാണ്. പ്രതിരോധ മന്ത്രി നമ്മുടെ മലയാളിയായിട്ടുള്ള വി കെ കൃഷ്ണമേനോനും. പിന്നെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതിയാണെങ്കിൽ 1968 കേട്ടോ പിൻവലിച്ചത്. അത് നമ്മുടെ സക്കീർ ഹുസൈനാണ്. 1968 ജനുവരി 10 പിൻവലിച്ചത്. അത് സക്കീർ ഹുസൈനാണ്. ഓക്കെ, ബാക്കി 2 അടിയന്തരാവസ്ഥയെ പറ്റിയിട്ടും ആ ടൈമിൽ ആരായിരുന്നു എന്നും ആ ടൈമിൽ ആരെ പിൻവലിച്ച് ഇയറൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തെരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണെന്ന്? തെരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഇതിലേതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എപ്പിക് ആണ് കേട്ടോ, സ്മോൾ ഇ എപ്പിക് ആണ്. തെരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്ററി ഫോർമാറ്റായിട്ട് വരുന്നത് എപ്പിക് ആണ്. എപ്പിക്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി രാജ്യത്ത് വോട്ടർ ID കാർഡ് ഡിജിറ്റലാക്കി. ഇത് ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ എപ്പിക് എന്നറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് കേട്ടോ. ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ് ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. ഐഡൻറ്റിറ്റി എഡിറ്റ് ചെയ്യാനാകാത്തതും സുരക്ഷിതവുമായ PDF പതിപ്പാണ് എപ്പിക് കാർഡുകൾ കേട്ടോ. എഡിറ്റ് ചെയ്യാനാകാത്തതും സുരക്ഷിതവുമായ PDF ഫയലുകളാണ്. ഉമംഗ് അല്ലെങ്കിൽ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ജനറേഷൻ ഗവർണൻസ്. ഉമംഗ് എന്ന് വെച്ചാൽ ഉമംഗ് UMANG. ഉമങ്ങിൻ്റെ ഫുൾ ഫോമാണ് യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ജനറേഷൻ ഗവർണൻസ് ആണ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ഇന്ത്യ മിഷൻ ഭാഗമായിട്ട് 2017 നവംബറിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഉമംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ ഭാഗമായിട്ട് 2017 വന്നതാണ് കേട്ടോ. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ജനറേഷൻ ഗവർണൻസ് ആണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ ഭാഗമായിട്ട് 2017 നവംബറിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം തന്നെ പുറത്തിറക്കിയ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഡിജി ലോക്കർ. ഡ്രൈവിംഗ് ലൈസൻസ്, വെർച്വൽ RC തുടങ്ങിയവ ഒരു പൗരന് ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് പരിവാരൻ കേട്ടോ. ഡിജി ലോക്കർ ആണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഡിജിറ്റൽ ഇന്ത്യ മിഷൻ്റെ ഭാഗമായിട്ട് 2017 വന്നതാണ്. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, വെർച്വൽ RC തുടങ്ങിയവയൊക്കെ പൗരന് ലഭ്യമാക്കുന്ന കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് പരിവാരൻ കേട്ടോ. പരിവാഹൻ അല്ല, പരിവാഹനാണ്. പരിവാഹൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇലക്ട്രൽ ബോണ്ട്. നമ്മുടെ CA റിലേറ്റഡ് ആയിട്ടുള്ള ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ള ബാങ്ക് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്.
ഇലക്ട്രൽ ബോണ്ട് ഈയിടയ്ക്കായിട്ട് നമ്മുടെ സുപ്രീം കോടതി ബാൻ ചെയ്തു അല്ലേ? അത് നമ്മുടെ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ വിവരാവകാശത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ട് ഈയിടയ്ക്ക് ബാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇലക്ട്രൽ ബോണ്ട് ബാൻ ചെയ്ത വർഷമാണ് 2024 ഫെബ്രുവരി 15 ഇലക്ട്രൽ ബോണ്ട് ബാൻ ചെയ്തത് കേട്ടോ. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞൊരു പ്രോമിസറി നോട്ട് പോലെ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് 1000 രൂപ മുതൽ 1 കോടി രൂപ വരെ ഈ ആൾക്കാർക്ക് സംഭാവന ചെയ്യാൻ പറ്റും. ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനോ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോമിസറി നോട്ടാണ് ഇത്. ആരാണ് സംഭാവന ചെയ്തെന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല, വിവരാവകാശ നിയമത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ DY ചന്ദ്രചൂഡ് ചെയർമാനായിട്ടുള്ള ഒരു ബെഞ്ച് ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അത് ബാൻ ചെയ്ത വർഷമാണ് 2024 ഫെബ്രുവരി 15. ഇനി ഇതിന് പകരം ഈ ഇലക്ട്രൽ ബോണ്ട് ഫസ്റ്റ് കൊണ്ടുവന്ന വർഷം കൊണ്ട് പഠിക്കുക. അത് 2017 കേട്ടോ. ഇലക്ട്രൽ ബോണ്ട് ഫോം ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവന്ന വർഷമാണെങ്കിൽ 2017. ഇലക്ട്രൽ ബോണ്ടിന് പകരമായിട്ട് പണ്ട് നിലനിന്നിരുന്ന സമ്പ്രദായം ഇപ്പോൾ പിന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് 20,000 രൂപ വരെ സംഭാവനകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആദായ നികുതി വകുപ്പിനെ അറിയിക്കേണ്ടതില്ല. പക്ഷേ 20,000 രൂപയുടെ മുകളിലാണ് നമ്മൾ സംഭാവന ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതെങ്കിൽ ആദായ വകുപ്പിനെ അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കണം എന്നൊരു വ്യവസ്ഥ ഇപ്പം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രൽ ബോണ്ട് അന്ന് 2017 പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, അതുകൊണ്ട് പഠിക്കുക. അതാണ് അരുൺ ജെയ്റ്റ്ലി കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ധനകാര്യമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നൊരു സംഭവം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി. ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ മോദിൻ്റെ ആശയമാണ്, പക്ഷേ അവതരിപ്പിച്ച വ്യക്തി നമ്മുടെ അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി ആണെന്നും കൂടി പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണെന്ന്. അധികാരങ്ങളുടെ വിഭജനം. ഒരു വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഇതിന് ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് കേട്ടോ. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. അതായത് ഒരു വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഒന്നിലധികം കാര്യങ്ങൾക്ക് ഭാഗമാകരുത്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റൊരു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ പ്രവർത്തന വ്യവഹാരവും ചെയ്യരുത്. അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവർ ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ അധികാരങ്ങളുടെ വിഭജനം. നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നും ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ ചെയ്യുക, മറ്റുള്ളവരുടെ ഇതിൽ ഇടപെടാണ്ടിരിക്കുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ റിലേറ്റഡ് ഫാക്ട്സുകൾ പറഞ്ഞു പോകുന്നുണ്ട്, കുറേ ടൈം ആവുന്നുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.